അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ്. എപ്പോഴും പേര് പറഞ്ഞ് നമ്മൾ സൂറത്തിനെ പരിചയപ്പെടണം, സൂറത്തിനെ പഠിക്കണം. നിങ്ങൾ നമ്മുടെ കുട്ടികളോട് മക്കളെങ്കിൽ ഏത് സൂറത്താവുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും മക്കൾക്ക് പേരറിയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ഒരു പെശക് വല്ലാത്തൊരു പിഴവാണ്. നമ്മൾ ആദ്യം പേര് പറഞ്ഞാണ് അത് പരിചയപ്പെടുത്തേണ്ടത്. മനസ്സിലാവുണ്ടോ? എന്നാൽ നമ്മളല്ലാത്ത ചില കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്താവും കൃത്യമായിട്ട് പേരും മറ്റതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊരു ശ്രദ്ധക്കുറവാണ്. ചിലരൊക്കെ പഠിപ്പിക്കുന്നിടത്തുള്ളൊരു ശ്രദ്ധക്കുറവായിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മക്കളോട് സൂറത്ത് പരിചയപ്പെടുത്തുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പേര് ശരിക്ക് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. നമ്മൾ ഇടയിൽ നിന്ന് ഓതി അവർക്ക് കിട്ടും, പക്ഷേ പേരറിഞ്ഞോളന്നില്ല. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തുൽ അഹദ് എന്നൊക്കെ പറയും. എന്ത് പറയും? അഹദ് എന്ന് പറയും. ഓക്കെ. ഇതിൽ ആകെ 4 ആയത്തുകളാണുള്ളത്. എത്ര? 4 ആയത്തുകൾ. ഇത് മക്കിയയാണ്. മക്കിയ എന്ന് പറഞ്ഞാൽ മറന്നുപോയോ? ഹിജ്റക്ക് മുമ്പേ അള്ളാഹു ഇറക്കി കൊടുത്തത് കൊണ്ടാണ് എന്ത് പറയുന്നത്? മക്കിയ എന്ന് പറയുന്നത്. ഇനി ഈ ഓത്തിൽ, ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഒരു ഖത്തം തീർത്ത കൂലിയാണ് ഇത് 3 തവണ ഓതിയാൽ ലഭിക്കുക. എത്ര? ഒരു ഖത്തം തീർത്ത കൂലി. നമുക്ക് വേഗം ആ ഒരു കൂലി വാങ്ങിയിട്ട് തുടങ്ങാം അല്ലേ? എന്തെങ്കിലും ആരും മിണ്ടാത്തെ? തുടങ്ങല്ലേ? ഇപ്പം എന്താ നമ്മൾ വാങ്ങുന്നത്? ആദ്യം ഒരു എന്താ മിണ്ടാത്തെ? ഒരു ഖത്തം തീർത്ത കൂലി, ഖുർആൻ മുഴുവനും ഓതിയ കൂലി. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വാങ്ങിയിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനെന്താ വേണ്ടതെന്നറിയോ? ഇത് 3 തവണ ഓതിയാൽ മതി. എത്ര തവണ? മാഷാ അല്ലാഹ് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഖത്തം ഓതാൻ തീർച്ചയാക്കിയിട്ട് 3 തവണ ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ട് ഖത്തം തീർത്തു എന്ന് പറയാൻ നിൽക്കരുത്. അത് ഓക്കെ. അപ്പോൾ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മാഷാ അല്ലാഹ്. 1 മിനിറ്റ് ആയില്ല, അപ്പോഴേക്ക് എത്ര കൂലി കിട്ടി? ഒരു ഖത്ത് ഓതിയ കൂലി കിട്ടി. അല്ലാഹ് തരട്ടെ, അല്ലാഹ് തരട്ടെ. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ 1 മിനിറ്റ് പോലും ആവാത്ത ഈ സൂറത്തിന് എത്ര തവണ ഓതണം? 3 തവണ ഓതാതെ ഉറങ്ങരുത്. ആ ഒരു ശീലം ഉണ്ടാവണം. അള്ളാഹു വിധി തരട്ടെ. ഇനി നോക്കാം, തുടങ്ങാൻ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലീം. നിങ്ങൾ മുസാഫ് എടുത്തിട്ടില്ല അല്ലേ? മുസാഫ് എടുത്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നന്നാവും. കൂലിയും കുറച്ച് നേരം നിങ്ങൾക്ക് വാങ്ങാം.
അതിലേക്ക് നോക്കുമ്പോൾ ഖുർആനിലേക്ക് നോക്കിയ കൂലി നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം. നോക്കുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ വേഗം ക്ലിയർ ആവും. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഇതിൽ പിഴവുകൾ വരാറുള്ളത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ? സൂറത്തിൻ്റെ പേര് കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? എന്തായാലും മിണ്ടാത്തെ? വേഗം മറിക്ക്. കണ്ടില്ലേ? സൂറത്തുൽ, പറയൂ, സൂറത്തുൽ ഇഖ്ലാസ്. മാഷാ അല്ലാഹ്. എത്ര ആയത്താണ്? 4 ആയത്ത്. മക്കിയ ആണ് അല്ലേ? അതൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് തോന്നതൊക്കെ നമുക്ക് അറിയണ സൂറത്തല്ലേ, എന്തിനാ ഇപ്പം ഇത്ര ഇടങ്ങേറാകണേന്ന്. ആ ഒരു തോന്നലാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ നന്നാകാത്തതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള ആ ഒരു ധാഷ്ട്യാണ്. പോട്ടെ, ഇനി ഓതാം. എല്ലാവരും അഴുതോതി ഉറക്കെ. أعوذ بالله من الشيطان الرجيم. ഇതെന്തല്ല, എന്തല്ല ആയത്ത് അല്ല, ഉറക്കെ പറ. പിന്നെ എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഖുർആൻ ഓതി തുടങ്ങുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് കാവൽ തേടണം. ആരിൽ നിന്ന്? പിശാചിൽ നിന്ന് എന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം നമ്മൾ അനുസരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് ചൊല്ലൽ എന്താണ്? സുന്നത്താണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, ഇനി ഓതേണ്ടത് പറയും. ഖുൽ, കഴിഞ്ഞ 2 സൂറത്തിൽ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഖുൽ എന്ന് പറഞ്ഞേ. ഖുൽ. ഇവിടെ ചില ആളുകൾ ഓതുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. എങ്ങനെ ഓതുക? ഖുൽ ഹുവല്ലാഹ്. ഖുൽ ഹുവല്ലാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഒരു പക്ഷേ പലരും ഓദിച്ചാൽ അങ്ങനെ കേൾക്കാൻ കഴിയും. എന്ത്? ഖുൽ ഹുവല്ലാഹ്. അതാണ് ഈ തത്ത പഠിക്കുന്നത് പോലെ പഠിക്കും. നമ്മൾ ഈ ചെറിയ മക്കളെ കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കിക്കും. ചെറിയ മക്കൾ, 3 വയസ്സായ കുട്ടികൾ, 4 വയസ്സായ കുട്ടികളൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ അഭിമാനം പറയും, എൻ്റെ കുട്ടി അങ്ങനെ ഓതും ഇങ്ങനെ ഓതുന്നു. പക്ഷെ അവർ തത്ത പറയുന്നത് പോലെ എന്ത് ചെയ്തിരിക്കുകയാണ്? പഠിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. ശരിക്കും അങ്ങനെ മക്കളെ പഠിപ്പിക്കാതിരിക്കലാണ് നല്ല. വല്ല ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ ഖുർആൻ പഠിപ്പിച്ചാൽ അത് പിന്നെ യഥാർത്ഥ രീതിയിലേക്ക് മക്കൾ തിരിച്ചു വരണമെങ്കിൽ കുറേ പാടുപെടും. തത്തയെ പഠിപ്പിച്ചതുപോലെ കലാമുൽ ബബ്ഗ ആയിട്ടെന്താവും? തിരുത്താൻ കഴിയാതെ മാറും. അതാണ് ഇപ്പോൾ നമുക്കൊക്കെയുള്ള കുഴപ്പം. നമ്മിൽ പല ആളുകളും ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ തിരുത്താൻ കഴിയില്ല. കാരണം എന്താ? അത് ശീലിച്ചു പോയി. ചില കൂനുകളുണ്ടല്ലോ, ഇത് നിർത്താൻ പറ്റാത്തതുപോലെ. അത് നീരൂല. അപ്പോൾ ശ്രദ്ധിക്കുക. എങ്ങനെ ഓതണം? പറയൂ. ഖുൽ ഹുവ, ഖുൽ ഹുവ. തൊണ്ടേന്ന് ഖുൽ ഹുവ എന്നോടെ. ഖുൽ ഹുവല്ലാഹു. എന്നെ ഖുൽ ഹുവല്ലാഹു, ഖുൽ ഹുവല്ലാഹു. ഇവിടെ അല്ലാഹു എന്ന് കണ്ടില്ല എല്ലാവരും? സത്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അല്ലാഹു എന്നാണ്. ആണോ അല്ലേ? അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. എന്താ വായിക്കുക? അലിഫ് അല്ലെങ്കിൽ ഹംസ്. പിന്നെ എത്ര ലാമുണ്ട്? 2 ലാമ്, 1 ഹാ. ഇതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താ അപ്പം അങ്ങനെ ആ എഴുതിയതിനെ നമ്മൾ അക്ഷരരൂപത്തിൽ വായിക്കുകയാണ്. എങ്ങനെ വായിക്കും? അല്ലാഹു. എങ്ങനെ വായിക്കുക? അല്ലാഹു. അതാണ് അതിൻ്റെ യഥാർത്ഥ വശം. എന്നാൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് പകർന്നു തന്ന ഈ ഓത്തിൻ്റെ രീതി അനുസരിച്ച് നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയുണ്ട്. തഫ്ഹീം എന്ന് പറയുന്നൊരു രീതി. എന്താണ് തഫ്ഹീം എന്ന് പറഞ്ഞാൽ? വായ നിറയെ നിറപ്പിച്ച് പറയുക, വായ നിറച്ച് പറയുക. അപ്പോൾ അല്ലാഹു എന്നുള്ളതിനെ നമ്മൾ എന്താക്കുകയാണ്? അല്ലാഹു. ഉണ്ടോ? വായിലൊരു വന്നോ ഇല്ലേ? വായ നിറപ്പിച്ച് വന്നില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വാദ് എവിടുന്ന വന്ന്? വലവാലി എന്നുള്ള വാദ് എവിടുന്ന വന്ന്? മറന്നുപോയാ? നാവിൻ്റെ മേളെ അണപ്പല്ലിയിൽ തട്ടിച്ചിട്ടാണ് വാദ് പറയുന്നത്. ഇനി വേറൊരു അക്ഷരമാണ് ലാ. എന്താണ്? ലാ. അത് ഈ ത്വാ ലാ എന്നൊക്കെ പറയുന്ന അക്ഷരം ഇവിടുന്ന് ഈ നാവിൻ്റെ തെല്ലിൽ നിന്നായിട്ട് വരുന്നതാണ്.
മനസ്സിലാവുണ്ടോ? എന്നാൽ ഈ പറയുന്ന അള്ളാഹു എന്ന ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? കേൾക്കുമ്പോൾ അള്ളാ വലല്ലാലീൻ പിന്നെന്താണ് ലാലിമുൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എന്തുണ്ടാകും? ഒരു സാമ്യത അനുഭവപ്പെടും. ഉണ്ടോ അല്ലേ? ആ സ്വരത്ത് ആ ശബ്ദത്തിൽ സാമ്യത ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അള്ളാഹു എന്നുള്ളതിലെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ലാം എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഈ അള്ളാഹു എന്ന് പറയേണ്ടത്. ഇതാ നാവിൻ്റെ ചൊല്ലി ഈ ഇതവിടെ അല്ല എന്ന് പറഞ്ഞു എല്ലാവരും. ല ല അല്ല പറയേ അല്ല. അവിടെ നിന്ന് തന്നെയാണ് എന്തും പറയേണ്ടത്? അള്ളാ. അവിടെ മാറിയത് അല്ല പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാവ് എവിടെയായിരുന്നോ? അല്ല പറ അല്ല. അവിടെ തന്നെ നാവ് വെച്ചിട്ട് അള്ളാ ഉണ്ടോ? മനസ്സിലായില്ല. അല്ല പറഞ്ഞ അവിടെ തന്നെയാണ് എന്ത് വരുന്നത്? അള്ളാ വരുന്നത്. അപ്പോൾ അള്ളാ എന്നതിൻ്റെ മഖ്റജ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ലാം എവിടെ നിന്നാണോ പറയുന്നത് അവിടെ തന്നെയാണ് ആര് വരുന്നത്? അള്ളാഹ് വരുന്നത്. അത് ജലാലത്തിൻ്റെ ഇസ്മ എന്നതിന് പറയാം. എന്താ അതിന് പറയാ? ജലാലത്തിൻ്റെ ഇസ്മ. ജലാലത്തായ ഇസ്മിൻ്റെ മുമ്പ് ഫതഹോ ലമ്മോ വന്നാലും നമ്മൾ എന്താ പറയുക? അള്ളാഹ് തന്നെ പറയാം. ഉദാഹരണമായിട്ട് നോക്കൂ നിങ്ങൾ, എന്താ പറയുക, ഈ റസൂലുള്ളാഹ് ഉണ്ടോ? അപ്പോൾ ഈ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് എന്ത് വന്നു? ലൊമ്മ് വന്നു. റസൂലു എന്ന് പറഞ്ഞിട്ട് എന്താ വന്നത്? ലൊമ്മല്ലേ വന്ന് ലാമിന്. അപ്പം എന്ത് ചെയ്യണം? ഇതിനെയും എന്ത് പറയണം? നമ്മൾ അള്ളാഹ് എന്ന് പറയണം. എന്നാൽ ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് നമ്മൾ കിസ്ർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, ബിസ്മില്ലാഹി, അവിടെ ബിസ്മി, മീമിന് എന്താ ഉള്ളത്? കിസ്റ ഉള്ളത്. അതിന് ശേഷം വന്നതും ഈ ജലാലത്തിൻ്റെ ഇസ്മാണ്. അപ്പോൾ നമ്മൾ ബിസ്മില്ലാഹി എന്ന് പറയില്ല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാൽ ഇതിനെ നമ്മൾ എന്താക്കണം? തർക്കീക്കാക്കി പറയണം. എന്ന് പറഞ്ഞാൽ ആ കനപ്പിക്കൽ ഒഴിവാക്കിയിട്ട് എന്താണോ അതിൻ്റെ ഉച്ചാരണം, എങ്ങനെയായിരുന്നു? ലാ എന്നല്ലേ, അതുപോലെ പറയണം. അതെങ്ങനെ പറയാ? ബിസ്മില്ലാഹി. ഉണ്ടോ? ലാമ എവിടെ നിന്നാ വന്ന അവിടെ തന്നെ ബിസ്മില്ലാഹി അല്ലാഹു റസൂലുള്ളാഹി. ഉണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ മനസ്സിലായത്? ഇത് സത്യത്തിൽ ഇതിൻ്റെ അസിൽ എന്താണ്? 2 ലാമും 1 ഹാവുമാണ് അല്ലേ? എന്നാൽ ഇതിന് ഫത്തഹ് വരിക, അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോ ലൊമ്മോ വരിക. അങ്ങനെ വന്നാൽ തഫ്ഹീമാക്കി വായ നിറച്ച് പറയണം. അതിനാണ് എന്ത് പറയുന്നത്? തഫ്ഹീം എന്ന് പറയുന്നത്. അല്ല കിസ്റാണ് വന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയും? തർക്കീക്കാക്കി അതിൻ്റെ അടിസ്ഥാന ആ രീതിയിൽ തന്നെ പറയണം. ഓക്കെ, നോക്കൂ. ഖുൽ ഹുവല്ലാഹു അഹദ്. എങ്ങനെ? ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് ദ് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അല്ലാഹു സ്വമദ്. നോടി, അല്ലാഹു സ്വമദ്. ഞാൻ സ്വാദ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ചുണ്ട് കൂർത്ത് വരാൻ പാടില്ല. സ്വമദ് എന്നല്ല, പിന്നെ സ്വമദ്. അല്ലാഹു സ്വമദ്. ഒന്നുകൂടി, അല്ലാഹു സ്വമദ്. പിന്നെ ലം യലിദ്. എങ്ങനെ? ലം. ലം ചുണ്ട് കൂറണം. മീമ് പറയും, ഞാൻ പറഞ്ഞതിന് മുമ്പ് സുക്കൂനുള്ള മീമ് പറയുമ്പോൾ എപ്പോഴും എന്താവണം? ചുണ്ട് കൂടണം. എങ്ങനെ? ലം എന്ന് പറഞ്ഞാൽ ലം ലം. പിന്നെ ലം യലിദ്. പിന്നെ വലം യൂലദ്. വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. പിന്നെ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി വരുന്നൊരു പ്രശ്നം, ഇവിടെ പല ആളുകൾ ഓതുക കുഫ്വൻ ഓതുക. എന്താ ഓതുക? കുഫ്വൻ. ഏതുപോലെ? സൂറത്ത് അലയിലുണ്ട് സുഹ്ഫി ഇബ്രാഹീമ വ മൂസ. ചില ആൾ ഓതും. എങ്ങനെ ഓതുക? സുഹ്ഫി ഇബ്രാഹീമ. കേൾക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വലിയ തെറ്റാ ഓതണത്. യാസീനുണ്ട് അങ്ങനെ ഏതോ ഒരു ആയത്തുണ്ട്. അതായത് അടുപ്പിച്ച് 2 ലൊമ്മ് വരുമ്പോൾ രണ്ടാമത്തേന് സുക്കൂനാക്കുന്നൊരു പരിപാടി ചില ആളുകൾക്ക് ഉണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ, കുഫുവൻ എന്താ ഉള്ളത്?
കു കു, അതിനെന്താ ഹർക്കത്ത്? ലൊമ്മ്. പിന്നെ ഫായിന് തൊട്ടടുത്തുള്ള അക്ഷരത്തിന് എന്താ ഹർക്കത്ത്? ലൊമ്മ്. സുക്കൂനാണോ? അല്ല. ഇതേപോലെ തന്നെ സുഹുഫി എന്നാണ്, അതിന് സുഹ്ഫി എന്ന് ഓതും. ഭയങ്കര ഓത്തുകാരനൊക്കെ ആയിരിക്കും, പക്ഷെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക സുഹ്ഫീന്ന്. അന്തെല്ലാം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഓതി കു പറയും കുഫുവൻ. ഇങ്ങനെ പറയാ, രണ്ട് ലൊമ്മ്. കുഫുവൻ എന്തല്ല, കുഫ് എന്നല്ല. ഒന്നുകൂടി കുഫുവൻ. എല്ലാവരും പറയും കുഫുവൻ. കു ഫു രണ്ട് ലൊമ്മ് പറയുമ്പോഴും ഈ ചുണ്ട് ഇങ്ങനെ കൂർത്ത് വരും. ആ കൂർത്ത് വരാത്തത് കൊണ്ടാണ് ചിലർക്ക് സുക്കൂനായി മാറിപ്പോകുന്നത്. ഒന്നുകൂടി വലം യകുൽ ലഹു കുഫുവൻ കുഫുവൻ അഹദ്. ഒന്നുകൂടി വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ രണ്ട് ലമ്മ അടുപ്പിച്ച് വരുമ്പോൾ ശ്രദ്ധിച്ചോദണം. അവിടെ സുഹഫീൽ അങ്ങനെയാണ്. യാസീനിൽ ആ ആയത്തിന് ഓർമ്മ വരുന്നില്ല. യാസീൻ ഇതേപോലെ രണ്ട് ലൊമ്മ അടുപ്പിച്ച് വരുന്ന ഭാഗമുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് ലൊമ്മായി തന്നെ പറയണം. മാഷാ അല്ലാ. ഇനി നമുക്ക് ഇതിലുള്ള നിയമങ്ങളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. കേട്ടോളി. ഏതൊക്കെ? ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു നിയമം, സാക്കിനായ നൂന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലുണ്ടോ സാക്കിനായ നൂന്? നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. സുക്കൂനുള്ള നൂന് ഇതിലുണ്ടോ? എവിടെ? ഇല്ല. എന്താ അത് കഥ? സുക്കൂനുള്ള നൂൻ ഇതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടോ? എവിടെയാണ്? ഉറക്കെ പറയും. യാ മാഷാ അല്ലാ, അതന്നെ. അവിടെ നോക്കൂ നിങ്ങൾ, അവസാനത്തെ ആയത്തിൽ വലം യക്കുൻ എന്ന് കാണാം. വലം, ഉറക്കെ പറയൂ. യക്കുൻ. അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? നൂനുണ്ട്. എന്തുണ്ട്? എന്ത് നൂന്? ഫത്തഹുള്ള നൂനാണോ? കിസറുള്ളതാണോ? ലൊമ്മാണോ? പിന്നെ സുക്കൂൻ ഉള്ള. എന്നാൽ ഫത്തഹോ കിസറോ ലൊമ്മോ അവിടെ കാണൂല. അപ്പോൾ മനസ്സിലാക്കുക എന്ത് നൂനാണ്? സുക്കൂനുള്ള നൂനാണ്. ഓക്കെ. സുക്കൂനുള്ള നൂനിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ശേഷം വരുന്ന അക്ഷരത്തെ നോക്കി അഞ്ചാൽ ഒരു നിയമത്തിലേക്ക് നമ്മൾ എത്തണം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 15 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇഖ്ഫാ എന്നൊരു നിയമമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഇഖ്ഫാ. നമ്മളെ ഷമീർ മാഷാ അല്ലാ അക്ഷരങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്, നമ്മളെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഒന്നുകൂടി അത് നോക്കുമ്പോൾ മനസ്സിലാവും ഏതാണ് ആ അക്ഷരങ്ങളെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ 15 അക്ഷരത്തിൽ പെട്ടതല്ല ഇവിടെയുള്ള അക്ഷരം. നോക്കൂ നിങ്ങൾ, ആ 15 അക്ഷരത്തിൽ ഈ നൂനിന് ശേഷം വന്ന അക്ഷരം ഏതാ? ഒന്ന് പറഞ്ഞേ. ലാം. ഉറക്കെ പറയും. ലാം. ഞാൻ പറയുന്ന ആ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽ ഇത് വന്നിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ. ത, സ, ജീം, ദാൽ, ഹ, സോറി ത, സ, പിന്നെ ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഫാ, ഖാഫ്, കാഫ്. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇഖ്ഫാ അല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ നിയമം എന്തല്ല? ഇവിടുത്തെ നിയമം എന്തല്ല? ഇഖ്ഫാ. ഉറക്കെ പറഞ്ഞോളേ. ഇഖ്ഫാ അല്ല. പിന്നെന്താണ് നോക്കാം. ഇവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇദ്ഗാമും ബിലാ ഗുന്ന എന്ന് പറയും. എന്താ പറയാ? ഇദ്ഗാമും ബിലാ ഗുന്ന. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക എന്നാണ്. എങ്ങനെ ലയിപ്പിക്കുക? മണിക്കലില്ലാതെ ലയിപ്പിക്കുക. അപ്പോൾ മണിക്കലോട് കൂടി ലയിപ്പിക്കൽ വേറൊന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ പറയും. ഇവിടെ എന്താണ്? മണിക്കൽ ഇല്ലാതെ ലയിപ്പിക്കുക. അപ്പം എങ്ങനെ ലയിപ്പിക്കുക? ഈ നൂനിനെ, അതായത് സാക്കിനായ നൂനിന് ശേഷം ലാം, റാ, ഏതൊക്കെ രണ്ടക്ഷരങ്ങൾ? ലാം, റാ. ഈ അക്ഷരങ്ങളിൽ ഏത് വന്നാലും ആ നൂനിന് എന്ത് ചെയ്യും? മണിക്കാതെ ഈ അക്ഷരത്തിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കും. ലയിപ്പിക്കുക എന്ന് മനസ്സിലായില്ലേ? നമ്മൾ കുറേ ലേനങ്ങൾ കണ്ടതും കേട്ടതൊക്കെ അല്ലേ? നോക്കൂ നിങ്ങൾ. അപ്പം എങ്ങനെ ഓതുക അവിടെ? പിന്നെ അപ്പം ഇങ്ങനെ യക്കുൻ ലഹു എന്നാണോ ഓതുക? പിന്നെ ആ നൂൻ അവിടെ എന്താവൂല, നമുക്ക് അവിടെ ഉച്ചാരണത്തിൽ വരില്ല. കാരണം ഇതിൽ ലയിപ്പിച്ചില്ലേ? എങ്ങനെ ലയിപ്പിച്ചു? യക്കുല്ലഹു. ഉണ്ടോ? യക്കുല്ലഹു. മനസ്സിലായില്ല? ആ നൂൻ അവിടെ വരുന്നുണ്ടോ? നൂൻ അവിടെ വരുന്നുണ്ടോ? ഇല്ല. അതിനെ ലയിപ്പിച്ചു. എവിടെ ലയിപ്പിച്ചു? ലാമിലേക്ക് ലയിപ്പിച്ചു. യക്കുല്ലഹു. ഉണ്ടോ?
അപ്പോൾ ലയിപ്പിക്കുമ്പോൾ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നൊരു തത്വമുണ്ട്, സത്യമല്ലേ? ആ മുഴപ്പ് അവിടെ കാണാം. അതാണ് ഒരു ഷെദ് കാണും. നോക്കിയേ, ലാമിൻ്റെ മുകളിൽ ഒരു ഷെദ് കാണുന്നുണ്ടോ? ലാം എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു ഷെദ് കാണുന്നുണ്ടോ? ഒരു ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ? അതിനാണ് ഷെദ് എന്ന് പറയാം. അതെന്തിൻ്റെ അടയാളാ? അപ്പുറത്തുള്ള ആളെ ഇങ്ങോട്ട് എന്തായിട്ടുണ്ട്, ഇതൊരു ലയന മുന്നണിയായി മാറി എന്നുള്ളതിൻ്റെ അടയാളാണ് ഈ ഷെദ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലാമിനൊന്ന് കനം കൂടി. യക്കുൻ ലഹു എന്നുള്ളതിനെ ഇവിടുത്തെ നിയമം അനുസരിച്ച് എന്തായി മാറി? യക്കുൻ ലഹു എന്നതിനെ നൂനിനങ്ങോട്ട് ലയിപ്പിച്ചപ്പോൾ എന്തായി മാറി? യക്കുല്ലഹു എന്ന് പറഞ്ഞേ, യക്കുല്ലഹു. കണ്ടോ, നൂൻ അവിടെ എന്തിനില്ല? ചിത്രത്തിലേ ഇല്ല. ആ നൂന് ഇപ്പുറത്ത് എന്തായി വന്നു? ഒരു ശബ്ദമായി മാറി വന്നു എന്ന് പറഞ്ഞാൽ ലാമ് ഡബിളായി മാറിയെന്ന്, കനം വന്നു എന്ന്. ഇതിൻ്റെ പേരാണ് എന്ത്? ഇദ്ഗാമും ബിലാ ഗുന്ന എന്ന് പറഞ്ഞെല്ലാവരും. ഓക്കെ, ഇതേപോലെ തന്നെയാണ്, ഈ നിയമം തന്നെയാണ് റാ എന്ന അക്ഷരത്തിനും. ഏത്? റാ. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ മിൻ റബ്ബിഹിം എന്ന് പറഞ്ഞെല്ലാവരും. മിൻ റബ്ബിഹിം. മിൻ എന്തുണ്ട്? സുക്കൂനുള്ള, മനസ്സിലായില്ല? സുക്കൂനുള്ള നൂനുണ്ട്. ശേഷം വന്ന അക്ഷരം ഏതാണ്? റാ. അതന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം തന്നെ ഇവിടെ പറയൂ. സുക്കൂനിൻ്റെ ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം ആര് വന്നാൽ? റാ വന്നാൽ എന്ത് ചെയ്യണം? ആ നൂനെ പിടിച്ചെന്താക്കണം? മണിക്കാതെ ഇങ്ങോട്ട് ലയിപ്പിക്കണം. അപ്പോൾ ശ്രദ്ധ അവിടെ കാണും. മുസാഫിർ നോക്കിക്കോളി, വേറെ എവിടെയൊക്കെ മിൻ റബ്ബിഹിം കാണാം നിങ്ങൾക്ക്. അപ്പം എങ്ങനെ ഓതുക? മിൻ റബ്ബിഹിം എന്നുള്ളത് എങ്ങനെ ഓതും? മണിക്കാൻ പറ്റുമോ? ഇല്ല. റായിനൊന്ന് കനം കൂട്ടുക. മിർ റബ്ബിഹിം. എങ്ങനെ? മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച നിയമത്തിൻ്റെ പേരാണെന്ത്? ഇദ്ഗാമും ബിലാ ഗുന്ന. മണിക്കലില്ലാതെ ലയിപ്പിക്കുക. മണിക്കാൻ പാടില്ല. അപ്പം ഇനി മണിക്കലോടെ ലയിപ്പിക്കൽ വേറെ വരാണ്ട്, അത് നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ഫാ നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് സാക്കിനായ നൂനിൻ്റെ വിധികളിൽ 5 വിധികളിൽ രണ്ടാമത്തെ വിധിയായ എന്തിനെ കുറിച്ച് പഠിച്ചു? ഇദ്ഗാമും ബിലാ ഗുന്ന. ഇതിന് 2 അക്ഷരമേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? മാഷാ അല്ലാഹ്, ലാം, റാ. സാക്കിനായ നൂനിൻ്റെ ശേഷം ഈ പറയുന്ന ലാമോ റാഓ വന്നാൽ എന്ത് ചെയ്യണം? ആ നൂനിനെ മണിക്കലില്ലാതെ ലയിപ്പിക്കണം. അപ്പോൾ ആ നിയമമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓതൂ. വലം യകുല്ലഹു. എങ്ങനെ? വലം യകുല്ലഹു കുഫുവൻ. എങ്ങനെ? കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്, അഹദ്. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിചയപ്പെടാം വേഗം. ഒരുപാട് മഹത്വം ഉള്ള സൂറത്താണെന്ന് പറഞ്ഞു. മാത്രമല്ല അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ ഏറെ പറഞ്ഞൊരു സൂറത്താണ് ഇഖ്ലാസ്. നമ്മുടെ ഖൽബ് നന്നാവാൻ, അള്ളാഹ് എന്ന ചിന്ത കൂടുതലുണ്ടാവാൻ ഏറ്റവും കൂടുതൽ ഓതേണ്ടുന്ന സൂറത്ത് ഏതാണ്? ഇഖ്ലാസാണ്. 1000, 10,000, 1,00,000 എത്രയാണോ ഓതാൻ പറ്റുക അത്ര ഓതിയാൽ ഖൽബ് ഇങ്ങനെ തെളിഞ്ഞു വരും. അള്ളാഹ് എന്നുള്ള ചിന്ത ഖൽബിലിങ്ങനെ നിറഞ്ഞു വരും. ശൈത്താൻ പറ്റ അങ്ങോട്ട് പോകും. ശ്രമിച്ചു നോക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഖുൽ. മുമ്പ് നമ്മൾ പറഞ്ഞാണ്. എന്താണ് ഖുൽ? നബിയെ അങ്ങ് പറയുക. ഹുവ, അവൻ. ഹുവ, അവൻ. അല്ലാഹു, ആര്? അല്ലാഹു. അഹദുൻ, അഹദുൻ, ഒരുവനാണ്. അഹദ് എന്ന് പറഞ്ഞത്ര ഒരുവൻ. അല്ലാഹു ഒരുവനാണ്. പിന്നെ അല്ലാഹു സ്വമദ്, അവനെന്താണ്? അല്ലാഹു ആകുന്നത് അസ്വമദു. സ്വമദ് എന്ന് പറഞ്ഞാൽ സർവ സൃഷ്ടികളും ആശ്രയിക്കുന്നവൻ, മറ്റാരെയും ആശ്രയിക്കാത്തവൻ. അള്ളാഹ്ക്കാരുടെയും എന്ത് വേണ്ട? ആശ്രയം വേണ്ട. എന്നാലോ എല്ലാവരും ആരാശ്രയിക്കുന്നു? അള്ളാഹിനെ ആശ്രയിക്കുന്നു. മനുഷ്യരോ മനുഷ്യരല്ലാത്തവരോ എല്ലാവരും ആശ്രയിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹ്ക്കാരെയും എന്ത് വേണ്ട? ആശ്രയം വേണ്ട. അതാണ് അള്ളാഹു. ഇനി സ്വമദ് എന്താണ് എന്ന് പറഞ്ഞെല്ലാവരും? സ്വമദ്, അതായത്
പരാശ്രയനല്ല, നിരാശ്രയനാണ് എന്ന് പറഞ്ഞാൽ ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ. ഇനി ലം യലിദ് വലം യൂലദ്, ഒറ്റ ആയത്താണ് നോദി. ലം യലിദ് വലം യൂലദ്. ഇവിടെ അള്ളാഹു ആരുടെയും സന്തതിയായി ജനിക്കുകയോ അള്ളാഹ് ഏതെങ്കിലും മക്കളെ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതാണ് ആ പറയുന്നത്. അള്ളാഹ് എന്തായിട്ടില്ല, ആരുടെയും കുട്ടിയായിട്ട് ജനിച്ചതല്ല. ഇനിയോ അള്ളാഹ്ക്ക് കുട്ടികളുമില്ല. അള്ളാഹ് കുട്ടികളുണ്ടോ? ചില ആളുകൾ പറയും ഉസൈർ ഇബ്നുല്ലാഹി, ഉസൈർ എന്താണ് അള്ളാഹിൻ്റെ മകനാണ് എന്ന് പറയുന്നവരുണ്ട്. അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത് അള്ളാഹ് ആരെയും കുട്ടിയായിട്ട് ജനിച്ചതല്ല, പിന്നെ അള്ളാഹ്ട്ട് കുട്ടികളെ ജനിപ്പിച്ചിട്ടുമില്ല. ഏത് ഉമ്മാൻ്റെ വയറ്റിൽ വരുന്ന സാധാരണ കുട്ടികളെ കുറിച്ചല്ല പറയുന്നത്. അള്ളാഹ്ക്ക് സ്വന്തമായിട്ട് എന്തില്ല, കുട്ടി ഇല്ല. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്? അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ ആരുടെയെങ്കിലും സന്താനമായി അവൻ എന്തായിട്ടില്ല, ജനിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി വലം യകുല്ലഹു, അവനോട് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ആരും തന്നെ ഇല്ല. കുഫു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുല്യമാവുക. നമ്മൾ കല്യാണത്തിനൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ട്, എന്തൊക്കെ കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും കടയാവണം. ഇവിടെ എന്താ പറയുന്നത്? അള്ളാഹിനോട് കട പിടിക്കുന്ന വലം യകുല്ലഹു, അവനില്ല, ആരുമില്ല, കുഫുവൻ, അവനോട് കുഫു വെക്കുന്ന, അതായത് തുല്യമാകുന്ന ആരും, അഹദുൻ, ആരുമില്ല എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത്. ഇനി നിങ്ങൾ കേൾക്കണം. ഒരിക്കൽ ഒരു സഹാബി, ആ സഹാബിയെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഘത്തിൻ്റെ കൂടെ അയച്ചു. അങ്ങനെ ഈ സഹാബി ഇമാമ് നിൽക്കുമ്പോൾ എപ്പോഴും ഇദ്ദേഹം എന്താ ഓതുന്നറിയോ? ഫാത്തിഹ കഴിഞ്ഞാൽ വേഗം എന്ത് ഓതും? ഇഖ്ലാസ് ഓതും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന ആള് എപ്പോൾ ഓതിയാൽ എന്തേ ഓതുള്ളൂ? ഇഖ്ലാസേ ഓതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി അയാളോട് ചോദിക്കാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇഖ്ലാസ് ഓതുന്നത് എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, അത് അള്ളാഹിൻ്റെ വിശേഷണമാണ് അതിലുള്ളത്. ഈ സഹാബി പറയാണ്. കാരണം നോക്കിയാൽ നിങ്ങൾ, ഖുൽ ഹുവല്ലാഹു, കണ്ടോ, അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാണ്, ലം യലിദ് വലം യൂലദ്, കണ്ടോ, വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതിൽ വേറൊന്നുമില്ല, അള്ളാഹിനെ കുറിച്ച് മാത്രം അതിൽ പറയുന്നത്. അപ്പം അള്ളാഹിൻ്റെ സിഫത്താണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ് അത് ഓതാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞൊരു മറുപടിയുണ്ട്, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു, അയാളോട് പറയാ അള്ളാഹ്ക്ക് അയാളെയും ഇഷ്ടമാണ് എന്ന് പറയൂ. മാഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ ഈ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ പറയും അള്ളാഹ് നമ്മളെയും ഇഷ്ടപ്പെടുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തരട്ടെ. അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതിയാൽ തീർച്ചയായും ആരിഷ്ടപ്പെടും? നമ്മളെ അള്ളാഹ് ഇഷ്ടപ്പെടും. ഇനി നോക്കൂ, ഈ സൂറത്ത് ഇറങ്ങാണ്ടായ സാഹചര്യം, ഒരിക്കൽ മക്കയിലെ ചില മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകരായ, ബിംബാരാധകരായ ആളുകൾ വന്ന് മുത്തുനബിയോട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ നിന്റെ പടച്ചോ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു തന്നെ എന്ത് ചെയ്തു? അള്ളാഹു ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അവർ ചോദിക്കുന്നുണ്ട്, അത് സ്വർണ്ണാണോ, അത് വെള്ളിയാണോ എന്നൊക്കെ ചോദിച്ചു. അവർ നിന്റെ ഇലാഹ് എന്ന് പറഞ്ഞാൽ, പടച്ചോന്ന് പറഞ്ഞാൽ സ്വർണ്ണാണോ വെള്ളിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, എൻ്റെ അള്ളാഹ് സ്വർണവും വെള്ളിയൊന്നും അല്ല, അത് കല്ലോ മുള്ളോ ഒന്നുമല്ല, അതിങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കാൻ പറ്റിയ സാധനമല്ല, ആണോ? കഴുത്തിലിങ്ങനെ തൂക്കി നടക്കാൻ പറ്റുന്ന സാധനമല്ല. പിന്നെ എവിടെയാണ് അള്ളാഹ്? എവിടെ വേണ്ടേ? അള്ളാഹ് എവിടെ വേണ്ടേ? കൽബിൽ വേണം. അങ്ങനെ കൽബിൽ കൊണ്ടുനടക്കുക അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ. അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ സൂറത്ത് ഇറക്കി കൊടുത്തത്. വളരെ മഹത്വമേറിയ സൂറത്താണ്. അപ്പം അതുകൊണ്ട് പരമാവധി ഇത് ധാരാളമായി പാരായണം ചെയ്യുക, ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നെഞ്ചിലേറ്റുക. അതിലൂടെ അള്ളാഹു നമ്മയും ഇഷ്ടപ്പെടട്ടെ, നമ്മുടെയൊക്കെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവേ, അള്ളാഹുവേ, അള്ളാഹുവേ,
ഞങ്ങളെല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, യാ അല്ലാ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. മാപ്പ് തരണേ റഹ്മാനേ, മാപ്പ് തരണേ റഹ്മാനേ. നീ മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ. നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണല്ലോ റബ്ബേ. ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് താ റബ്ബേ, നരകമോചനം താ റബ്ബേ. സ്വർഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഹ്ലുകാരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ചേർത്ത് താ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. السلام عليكم ورحمة الله وبركاته.